കുറച്ചു കാലം മുമ്പ് ഞാനൊരു കഥ വായിച്ചു. അതിങ്ങനെയാണ്. കഥയിലെ നായകന്റെ അമ്മ മരിക്കും. പക്ഷെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇയാൾ കരയില്ല. പിന്നീട് ഒരു തർക്കത്തിനിടെ നായകൻ ഒരാളെ കൊല്ലും. ആ കൊലപാതകത്തിന്റെ ട്രയൽ നടക്കുമ്പോൾ മൊത്തം ഫോക്കസ് ആ കൊലപാതകത്തിലോ അതിന്റെ കാരണത്തിലോ ആയിരിക്കില്ല. മറിച്ച് ഇയാൾ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ കരഞ്ഞില്ല. അതുകൊണ്ട് ഇയാൾ എന്തായാലും ഒരു മോശം മനുഷ്യനായിരിക്കണം. ഏറ്റവും വലിയ പണിഷ്മെന്റ് തന്നെ ഇയാൾ അർഹിക്കുന്നു എന്ന് കോടതിയും സൊസൈറ്റിയും തീരുമാനിക്കും. ആൽബർട്ട് കമു എന്ന പ്രശസ്ത ഫ്രഞ്ച് ഫിലോസഫറിന്റെ സ്ട്രേഞ്ചർ എന്ന വിഖ്യാത നോവലിലെ പ്ലോട്ടാണിത്. ബേസിക്കലി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ പെരുമാറിയില്ലെങ്കിൽ കാരണം എന്തുമായിക്കോട്ടെ സമൂഹം നിങ്ങളെ അതിന് പണിഷ് ചെയ്യുമെന്നാണ്. അഭിനവ് സുന്ദർ നായിക്കിന്റെ മോളിവുഡ് ടൈംസും പറയുന്നത് തന്നെയാണ്. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നായകന് സിനിമയോടുള്ള ഒബ്സഷൻ പോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകന് അപ്രിയ സത്യങ്ങളോടും ഒരു ഒബ്സഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മുൻ സിനിമയിലെ പോലെ ഈ സിനിമയും ഫോക്കസ് ചെയ്യുന്നത് അപ്രിയ സത്യങ്ങളിലേക്കാണ്. അപ്രിയ സത്യങ്ങൾ പറയുന്നവർക്ക് ലൈക്കബിലിറ്റി കുറവായിരിക്കും. മുകുന്ദൻ ഉണ്ണി ഭയങ്കര ഡാർക്കാണ്, അത് കാണുന്നവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടും എന്നൊക്കെയുള്ള വിമർശനം തന്റെ ആദ്യ സിനിമ ഇറങ്ങിയപ്പോൾ സംവിധായകൻ കേട്ടിരുന്നു. ഈ സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമയിലെ നായകനും അങ്ങനെ ഒരു സിനിമയാണ് എടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ അപ്രിയ സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈ സിനിമയുടെ സംവിധായകനും ലൈക്കബിലിറ്റി കുറയേണ്ടതാണ്. മലയാള സിനിമാ മേഖലയിലെ കുതികാൽ വെട്ടും മത്സരവും ഒക്കെ പശ്ചാത്തലമാക്കി ജീവിതത്തിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്ന ചില ഫിലോസഫികളെ നായകനിൽ തന്നെയുള്ള ചോദ്യോത്തരങ്ങളും സംശയങ്ങളും ഒക്കെയായി അവതരിപ്പിക്കുകയാണ് സിനിമ ചെയ്യുന്നത്. സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവ് നായകന്റെ ക്യാരക്ടറൈസേഷൻ തന്നെയാണ്. നായകൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്കുള്ളത്. പെർഫെക്ഷനിസ്റ്റുകൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് പറയാറ്. കൂടാതെ തുടക്കത്തിൽ വളരെ ഒപ്റ്റിമിസ്റ്റായ ദൈവവിശ്വാസിയായ കർമ്മയിൽ വിശ്വസിക്കുന്ന തെറ്റുകൾ ചെയ്യാൻ വഞ്ചിക്കാനൊക്കെ ഇഷ്ടപ്പെടാത്ത നായകൻ പകുതി എത്തുമ്പോൾ തന്റെ തന്നെ വിശ്വാസങ്ങളെയൊക്കെ മാറ്റി പറയുന്നുണ്ട്. ചുറ്റുപാടുകളാണ് അയാളെ മാറ്റുന്നത്, ഒരു റിബലാക്കുന്നത്. റിബൽ പ്ലസ് പെർഫെക്ഷനിസ്റ്റ് അതൊരു ഡെഡ്ലി കോംബോയാണ്. ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യത വളരെ കൂടുതലുള്ള കോംബോ. നായകന് അതിന്റെ ഒപ്പം വേറൊന്നു കൂടിയുണ്ട്, അതാണ് ടാലന്റ്. ടാലന്റ് പ്ലസ് റിബൽ പ്ലസ് പെർഫെക്ഷനിസ്റ്റ്, ഇതാണ് നമ്മുടെ നായകൻ. ഇങ്ങനെ ഒരു നായകന് എന്തൊക്കെ സംഭവിച്ചേക്കാം എന്നത് ആകെ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ എക്സ്ട്രീം സക്സസ്, അല്ലെങ്കിൽ ആകെ പരാജയം, എക്സ്ട്രീം ലൂസർ. മീഡിയോക്കർ ആകാൻ നായകനും താല്പര്യമില്ല. അതിലും നല്ലത് പരാജയമാണെന്നാണ് നായകനും കരുതുന്നത്. അങ്ങനെ ഒരു നായകനാണ് മീഡിയോക്രിറ്റിയെ വാഴ്ത്തുന്ന സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. സംഭവം ആ ക്യാരക്ടറൈസേഷൻ ഗംഭീരമാണ്. കഴിഞ്ഞ സിനിമയിൽ, അതായത് മുകുന്ദൻ ഉണ്ണിയിൽ കർമ്മ എന്നൊന്നില്ല, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നതൊക്കെ വെറും മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ ആളുകളെ വിഷമിപ്പിച്ച സംവിധായകൻ ഈ സിനിമയിൽ പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ടാലന്റ് പ്ലസ് ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, പലപ്പോഴും ലക്കാണ് അതിൽ മെയിൻ എന്നാണ്. ലക്ക് എന്ന് വെച്ചാൽ റാൻഡമായി നടക്കുന്ന ചില സംഭവങ്ങൾ. ഇതൊക്കെ ചേർന്ന് ചിലപ്പോൾ ചിലരെ അങ്ങ് അനുഗ്രഹിക്കും. നമ്മുടെ വിധി തീരുമാനിക്കുന്നത് നമ്മളല്ല, ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ സംഭവം കുറച്ച് ഡാർക്കാണ്, ഒരു അപ്രിയ സത്യം കൂടിയാണ്. നിരന്തരം ബോക്സ് ഓഫീസിൽ പരാജയങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ചില സംവിധായകർക്കും അഭിനേതാക്കൾക്കും വീണ്ടും എങ്ങനെയാണ് വലിയ സിനിമകൾ തേടിയെത്തുന്നതെന്ന് നമ്മളിൽ പലർക്കുമുള്ള ഒരു സംശയമാണ്. അതിനുള്ള ഉത്തരവും ഈ സിനിമ തരുന്നുണ്ട്. മലയാള സിനിമ കാലങ്ങളായി നിലനിർത്തി പോരുന്ന ഒരു മിഥ്യാധാരണയെ ഈ ചിത്രം അതിന്റെ ബേസിക് പ്ലോട്ടിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മ പോലുള്ള സംഘടനകളിലെ പൊട്ടിത്തെറികളും പ്രതിസന്ധികളും കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിൽ നിറയുമ്പോൾ അതിനെ അത്ഭുതത്തോടെ നോക്കുന്ന പ്രേക്ഷകരെ നമ്മൾ കാണാറുണ്ട്. അതിന് കാരണം പതിറ്റാണ്ടുകളായി തങ്ങളൊരു കുടുംബമാണെന്നും എല്ലാവരും സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് ഇവിടെ കഴിയുന്നതെന്നും വരുത്തി തീർക്കാൻ മലയാള സിനിമ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. തങ്ങളുടെ താരസംഘടനയ്ക്ക് അമ്മ എന്ന് പേരിട്ടതിൽ പോലും ആ മനഃശാസ്ത്രം വ്യക്തമാണ്. ഈ ഒരു സംഭവത്തെ അഭിനവ് സുന്ദർ നായക് മലയാള സിനിമയ്ക്ക് ഒരു ഹേറ്റ് ലെറ്റർ എന്ന അടിക്കുറിപ്പുമായി വന്ന സിനിമയിലൂടെ ശക്തമായി തുറന്നെതിർക്കുന്നുണ്ട്. സിനിമാ മേഖല എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബമല്ലെന്നും മറിച്ച് അവിടെ പടലപ്പിണക്കങ്ങളും കുതികാൽ വിട്ടും കുതിര കച്ചവടവും നിറഞ്ഞ യുദ്ധക്കളമാണെന്നും സംവിധായകൻ പറഞ്ഞു വെക്കുന്നു. മലയാള സിനിമ എന്ന കെട്ടുകഥയ്ക്കുള്ളിലെ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരാൻ അഭിനവ് സുന്ദർ നായക് നടത്തിയ ഈ പരിശ്രമം തീർച്ചയായും വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മോളിവുഡ് ടൈംസ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു സിനിമയായി തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയെ നിരന്തരം ഫോളോ ചെയ്യുന്ന, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ആകുന്ന അത്രയും ആസ്വാദികരമായ ഒരു സിനിമയാണ് ഇത്. സിനിമയിലെ വളരെ സട്ടിലായ തമാശ രംഗങ്ങളും നേരത്തെ ചൂണ്ടിക്കാണിച്ച റിയൽ ലൈഫ് ആളുകളുമായുള്ള സാമ്യതകളും തമ്മിൽ വളരെ രസകരമായി ബ്ലെൻഡ് ചെയ്യാൻ സംവിധായകൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മികച്ചൊരു അനുഭവമാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് മോളിവുഡ് ടൈംസ് എനിക്ക് നൽകിയത്. പിന്നെ സിനിമയിൽ സംവരണത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് കൃത്യമായി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അതൊരു പോരായ്മയാണോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കൃത്യമായൊരു വ്യക്തത വരുത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ തങ്ങളുടെ പരമാവധി കഴിവ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് നായകൻ നസ്ലീന്റെ പ്രകടനത്തെ പറ്റി തന്നെയാണ്. ഈ സിനിമ പൂർണ്ണമായും സഞ്ചരിക്കുന്നത് നസ്ലീൻ അവതരിപ്പിച്ച വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിന്റെ ചിറകിലേറിയാണ്. ആ കഥാപാത്രത്തിന്റെ മാനസിക വിഷമങ്ങളും ടെൻഷനുകളും സന്തോഷങ്ങളും അങ്ങനെ ഓരോ വൈകാരിക നിമിഷങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമയുടെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ടിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഈ സിനിമയ്ക്കായി നസ്ലീൻ കൈവരിച്ച അഭിനയ പക്വത നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നസ്ലീനോടൊപ്പം തന്നെ സംഗീത് പ്രതാപും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ സിനിമയിൽ വന്നുപോയ ഷറഫുദ്ദീൻ, വിനീത് ശ്രീനിവാസൻ, അപ്പുണ്ണി ശശി തുടങ്ങി മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.